പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം വെറും 40 കിലോമീറ്റർ ഓടെ വണ്ടിയുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏകദേശം 99% വണ്ടികളും കിലോമീറ്റർ വണ്ടികളാണ്. അടുത്തത് ഹൈലൈറ്റ് ആണോ GT, വെറും 2000 കിലോമീറ്റർ ക്ലാസിക് ആണ്. ഇത് 2024 മോഡല്. ഇത് വെറും 6000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തു. ഒരു 6000 കിലോമീറ്ററോടെ നല്ല വണ്ടി. മേളിലേക്ക് വരുമ്പോൾ സ്കൂട്ടേഴ്സിന്റെ വമ്പൻ കളക്ഷൻസ് ഉണ്ടല്ലേ. 2 കിലോമീറ്റർ ആണ്. അത് 2025 മോഡല് 5000 കിലോമീറ്റർ റൺ ചെയ്തു. ഡോമിനോറിന്റെ കേസ് പറയുകയാണെങ്കിൽ 400 ആണ് ഇരിക്കുന്നതല്ല. 400 പിന്നെ 3 400 ഇരിക്കുന്നുണ്ട്, 3 250 ഇരിക്കുന്നുണ്ട്. ഹൈനസ് 3 അല്ലേ? ഹൈനസ് 3 ഇരിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വെറും 44 കിലോമീറ്റർ ഓടെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. 393 ഇരിക്കണ്ടല്ലോ. 393 ഇരിക്കുന്നുണ്ട്. അടുത്ത V4 കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു വണ്ടി പോയിട്ടുണ്ട്. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അല്ല, റെഡി ക്യാഷ് 25,000 രൂപ വണ്ടി കൊടുക്കും. ഡ്യൂക്കിന്റെ 215 200 ഇരിക്കുന്നുണ്ടല്ലേ. അടുത്ത് നമുക്കൊരു കുറഞ്ഞ വിലയുടെ ഒരു R15 ഇരിക്കുന്നുണ്ട്. ലോ കിലോമീറ്ററിന്റെ ജാഗ്രതയുള്ള നമ്മുടെ വെറും 40 കിലോമീറ്റർ 40 കിലോമീറ്റർ പോലെ ഏകദേശം 10000 കിലോമീറ്റർ വണ്ടി ഉണ്ട്. 1 ലക്ഷത്തിൽ താഴെ നല്ല കിടിലൻ സ്റ്റാൻഡേർഡ് ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ ഹോണ്ടയുടെ കളക്ഷൻസ് അല്ലേ മൊത്തം എല്ലാം മിക്സ് ആണ്. അടുത്താണ് ഹൈലൈറ്റ് വണ്ടി മാവറിക്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലുള്ള KL7 ഗാരേജ് എന്ന പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് അല്ലേ. അതെ, ഏകദേശം 10 വർഷത്തോളം നമ്മൾ ഈ ഫീൽഡിലുണ്ട് അല്ലേ. 10 വർഷത്തിൽ ഈ 10 വർഷം കൊണ്ട് ഏകദേശം 10,000-ഓളം വണ്ടികൾ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ എന്റെ ഒപ്പം ഇന്ന് വീഡിയോയിലുള്ളത് അസ്ലമാണ്. അസ്ലം നമ്മുടെ വീഡിയോസിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇടക്കിടക്ക് മുങ്ങൂലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രത്യേകതയായിട്ട് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ വമ്പൻ കളക്ഷൻസ് ആണ്. ഏതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ? സ്റ്റാൻഡേർഡ്, ക്ലാസിക്, ഇന്റർസെപ്റ്റർ, GT, സൂപ്പർ മെറ്റ്യൂർ, ഹിമാലയൻ, 411, 450 എല്ലാ സീരീസും വണ്ടികളുണ്ട്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ കുറച്ച് കളക്ഷൻസ് കാണുള്ളൂങ്കിലും കുറച്ച് വണ്ടികളും കാര്യങ്ങളും നമുക്ക് വരാനുണ്ട്. വർക്കിംഗിലാണ്. ഇന്നലെ കുറച്ചുകൊണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടിയുടെ ATOസിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം KL7 ഗാരേജ് എന്ന പേജിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് 2 ഷോറൂമാണുള്ളത്. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ തോപ്പിൽ പൈപ്പ് ലൈൻ തോപ്പിലാണ്. മറ്റേ ഷോറൂം എറണാകുളം ജില്ലയിൽ നമ്മുടെ മാരുട്ടി ചോടാണ്, എടപ്പള്ളി ജംഗ്ഷനിലുള്ളത്. അപ്പോൾ ഏകദേശം 10,000 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഓക്കെ. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം വെറും 40 കിലോമീറ്റർ ഓടെ വണ്ടിയുണ്ട്. അതേതാ വണ്ടി? ഹീറോയുടെ മാവറിക് എന്നുള്ള വണ്ടി വെറും 40 കിലോമീറ്റർ ഓടി ഉള്ളൂ. ഷോറൂമിൽ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇവിടെ വരെ എത്തിയൊരു ഗ്യാപ്പ് മാത്രമേ. പിന്നെ അതുകൂടാതെ സ്കൂട്ടേഴ്സും കാര്യങ്ങളെല്ലാം മേളിലാണ്. സ്കൂട്ടേഴ്സ് നമുക്ക് 10,000 രൂപ ഇറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ആദ്യം ഡ്യൂക്ക് ഏതായിരിക്കുന്നത്? അത് നമ്മുടെ ഡ്യൂക്ക് 390 ആണ്. 390 ഏകദേശം 275 275,000 ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏകദേശം 99% വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടികളാണ്. പിന്നെ 400 ഡോമിനോർ 400 ഇരിക്കുന്നുണ്ട്. 2021 മോഡൽ ഏകദേശം ഒരു 180 ആ റേഞ്ചിന്റെ അടുത്ത്. 180. ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് വരും. ഡൗൺ പേയ്മെന്റ് പോകുമ്പോൾ ഒരു 40 രൂപ റേഞ്ച്. അടുത്തത് ഹൈലൈറ്റ് ആണോ GT, വെറും 2000 കിലോമീറ്റർ. 2025 മോഡൽ വെറും 2000 കിലോമീറ്റർ ഓടി. 2025 വരെ 2000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 3,95,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഫിനാൻസിന്റെ ഡോക്യുമെന്റ് എല്ലാവർക്കും ആധാറും പാൻ കാർഡാണ്. 1 ലക്ഷം രൂപ താഴെയാണ് നമുക്ക് അപ്പൊ തന്നെ സെറ്റ് ആക്കി കൊടുക്കുന്നതായിരിക്കും. ഒന്നിന് മേലെയാണെങ്കിൽ ചിലപ്പോൾ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂരൊക്കെ സ്പോട്ട് ഫിനാൻസ് ആണ്. ഓക്കെ. അപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ റോയൽ എൻഫീൽഡ് സെക്ഷനിലേക്ക് കിടക്കാല്ലേ. എവിടെ നിന്ന് വേണം? ഗറില ഏതാ ഇരിക്കണത്? 2024 മോഡലാണ്. 2025 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ക്വാളിറ്റി വണ്ടിയാണ്. എന്താ വില? അത് 285. 2,80,000 രൂപയാണ്. ഏകദേശം ഒരു രൂപയൊക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് സാധ്യതയുണ്ട്. ചെയ്ത് നോക്കാം. സിവിൽ ട്രാക്ക് ഒക്കെ അനുസരിച്ച് സിബിൽ ഡിപ്പെൻഡ്സ് ഓൺ സിബിൽ ആണ് കേട്ടോ. നമുക്കൊരു 700 ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. 750 700 ഉണ്ടെങ്കിൽ ഒന്നും നോക്കുന്നതാണ്. അതിന്റെ താഴെ ആണെങ്കിലും നമുക്ക് നോക്കാം. എന്നാൽ ഡൗൺ പേയ്മെന്റ് കൂടുതൽ വരും. ഓക്കെ. അടുത്തത് പുതിയ വണ്ടി ക്ലാസിക് ആണ്. ഇത് 2024 മോഡലാണ്. 24 മോഡല്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ലേ? എത്ര? 12,000 സംതിങ് അല്ലേ? ഇത് 12,670 കിലോമീറ്റർ വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. വിത്ത് വാറണ്ടി ഉണ്ടാവില്ല വണ്ടിക്ക്? ഷോറൂം വാറണ്ടി ഉണ്ട്. എന്താ വില വരുന്ന? ഒരു 190 ഘടിപ്പിച്ച് 1,90,000 രൂപയുടെ വണ്ടി ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ വണ്ടിക്ക് എല്ലാം പറയുന്ന വിലയെന്ന് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കണ്ടോ ചേട്ടാ? അടുത്തത് മെറ്റിയോർ 650. ഇത് 2 ദിവസം മുമ്പ് വന്നല്ലേ? ഇത് 2 ദിവസം മുമ്പ് നമ്മള് കാലിക്കറ്റ് കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയണം, നമുക്ക് വെബ്സൈറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു. ലോഡിംഗ് ആണ്. എന്തായിരുന്നു പേര്? KL7.in എന്നാണ്. അതായത് നിങ്ങൾക്ക് വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ വാങ്ങാനാണെങ്കിൽ നമ്മുടെ പേജിലുണ്ടാവും. വിൽക്കാനാണെങ്കിൽ ഡയറക്റ്റ് ആ സൈറ്റിൽ കയറാം, ലോഗിൻ ചെയ്യുക, മൊബൈൽ നമ്പർ അടിക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോസും RC ഡീറ്റെയിൽസ് അടയ്ക്കുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ വന്നിട്ട് വണ്ടി നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ എടുക്കുന്നതായിരിക്കും. അപ്പൊ അത് ഇന്നിപ്പോ ഡേറ്റ് വരുന്നത് 11-ാം തീയതിയാണ്. ഏകദേശം 15-നുള്ളിൽ സ്റ്റാർട്ടിംഗ് ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയതിനു ശേഷം ആ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അതെയാ?
അടുത്തത് ഇന്റർസെപ്റ്റർ ഏതാ മോഡൽ? ഇന്റർസെപ്റ്റർ 2025 മോഡലാണ്. ഇത് വെറും 6000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തു. ഒരു 6000 കിലോമീറ്ററോടെ നല്ല വണ്ടി. നമ്മുടെ വില ഇതൊരു 390 ആണ്. ഡൗൺ പേയ്മെന്റിലൊക്കെ ഫിനാൻസ് കിട്ടുന്നതാണ്. 2 എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ എക്സ്പൾസ് 2025 മോഡലാണ്. ഇത് 2 കിലോമീറ്റർ ആണ്. അത് 2025 മോഡൽ 5000 കിലോമീറ്റർ റൺ ചെയ്തു. 2025 5000 കിലോമീറ്റർ. ഇതാണെങ്കിലോ ഇത് 2024 മോഡൽ. 24 മോഡൽ. എത്ര കിലോമീറ്റർ? ജസ്റ്റ് 10 നമ്മുടെ ഏകദേശം 20 താഴെയുള്ള കിലോമീറ്റർ വണ്ടികളൊക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നല്ലേ? അതിൽ കൂടുതൽ വണ്ടികൾ നമ്മൾ എടുക്കാറുണ്ടോ? ഇല്ല, അതിൽ കൂടുതൽ വിരളമാണ്. വിരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻസ്. അതായത് നിങ്ങൾ വല്ല എക്സ്ചേഞ്ചിനൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ റീപ്ലേസ്മെന്റ് എഞ്ചിൻ ചേസും ഇതൊന്നും പ്രശ്നമില്ലാത്ത നല്ല ആക്സിഡന്റോ ഒന്നും പ്രശ്നമില്ലാത്ത വണ്ടികളാണ് ഞാൻ എടുക്കുള്ളൂ കേട്ടോ. അല്ലാതെ ചെറിയൊക്കെ എടുക്കുള്ളൂ. അപ്പൊ മാക്സിമം പ്രൈസും കാര്യങ്ങളും നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ. വേറെ എക്സ്പൾസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വില പറഞ്ഞില്ലേ? ഇതിന്റേത് വില പറഞ്ഞോ? അത് 160 വരും. 2025 മോഡൽ. ഇതാകുമ്പോൾ ഒരു 145 1,40,000 രൂപയാണ്. 160 ആണ്. ഏകദേശം ഒരു 30-40 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എക്സ്പൾസ് ഒക്കെ ഇറക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് പോയാൽ ഡോമിനോർ കാണിക്കാം. ഓക്കെ, മൊത്തം കവിയിൽ വരുന്നത് കാണിക്കാം. ഡോമിനോറിന്റെ കേസ് പറയുകയാണെങ്കിൽ 400 ആയിരിക്കുന്നതല്ല. 400 പിന്നെ 3 400 ഇരിക്കുന്നുണ്ട്, 3 250 ഇരിക്കുന്നുണ്ട്. ആ 400 പറഞ്ഞല്ലേ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ കേസ് ഇതൊക്കെ ഏതാ മോഡൽസ് വരാം? ഈ ഗ്രീൻ ഇത് വരുമ്പോ 2022 മോഡല്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 400 കിലോമീറ്റർ. വെറും 7400 കിലോമീറ്റർ വണ്ടിക്ക് എന്ത് വില വരും? ഇതൊക്കെ ഒരു 180. 1,80,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ 400 ആണെങ്കിലോ? ഇത് 2025 മോഡല്. പുതിയ ഡിജിറ്റൽ മീറ്റർ വരുന്നതാണ്. വെറും 2000 കിലോമീറ്റർ. 2000 കിലോമീറ്റർ. ലോ കിലോമീറ്ററിന്റെ ജാഗ്രതയുള്ള നമ്മുടെ 40 കിലോമീറ്റർ മുതൽ വെറും 40 കിലോമീറ്റർ 40 കിലോമീറ്റർ പോലെ ഏകദേശം 10,000 കിലോമീറ്റർ വണ്ടി ഉണ്ട്. അപ്പൊ ഇതിനെന്താ വില വരും? ഇത് വരുമ്പോൾ ഒരു 135 റേഞ്ച്. 1,35,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇനി 250 3 ഉണ്ട്. ഇത് 2021 മോഡല്. ഇത് വരുമ്പോ 123 വരും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ഇതാണെങ്കിലോ 250 ആണെങ്കിലോ? ഈ രണ്ടെണ്ണം റെഡ് 2000. അത് വരുമ്പോ 2020 ഏതാ? ഇതാണോ? ഇത് 2021 മോഡല്. 2 റെഡ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ. ഇത് 2022. എന്ത് വില? ഇത് 21 മോഡൽ 1,35. ഇതാണെങ്കിലോ? അത് 2023 മോഡലാണ്. ഏകദേശം 1,50-55 ആണ്. ഇപ്പൊ എല്ലാത്തിനും ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പോ ഇനിയിപ്പോ അവിടെ പറഞ്ഞല്ലോ ഒരു ക്ലാസിക് ഇരിക്കുന്നുണ്ട് 2019 മോഡൽ. എന്ത് വില വരും? ഇത് ഒരു 1,20-25 റേഞ്ച് വരും. 20-25 ഏകദേശം 25,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഹൈനസ് 3 അല്ലേ? ഹൈനസ് 3 ഇരിക്കുന്നുണ്ട്. 2024 മോഡലാണ് ഇരിക്കുന്നത്. അത് 1,95 റേഞ്ച് വരും. ഇതാണ് ഏതാ മോഡല്? ഇത് വരുമ്പോൾ 2023 മോഡല്. ഏകദേശം ഒരു 1,85. ഇതാണെങ്കിലോ? ഇത് 2022 മോഡൽ. ഏകദേശം ഒരു 1,75 റേഞ്ച് വരും. 1,70,000 രൂപ. ഏകദേശം 30-40 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒരു 100 ഇരിക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് പറയുന്നത് 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 16 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വില വരും? ഇത് ഒരു 98-99 റേഞ്ച്. ലക്ഷത്തിൽ താഴെ നല്ല കിടിലൻ സ്റ്റാൻഡേർഡ് ഇരിക്കുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഏകദേശം 40,000 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ വണ്ടി ഇത്രയും ഓടിയ പഴക്കമുള്ള വണ്ടികളുള്ളതുകൊണ്ട് ഈ വണ്ടിക്ക് കിലോമീറ്റർ ഓടി കേട്ടോ. ഓക്കെ. ഇതാണ് 100 ആണെങ്കിലോ? 100 വരുമ്പോൾ 2022 മോഡലാണ്. ഏകദേശം ഒരു 1,40 അറേഞ്ച് വരുന്നത്. 1,40. 1,40,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്താണ് ഹൈലൈറ്റ് വണ്ടി. മാവറിക് 440. 2025 മോഡലാണ്. 2025 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. വെറും എത്ര കിലോമീറ്റർ പറഞ്ഞത്? 40 ഓടിയിട്ടുണ്ട്. നോക്കട്ടെ ചേട്ടാ, കാണിച്ചു കൊടുക്കാം. വെറും 44 കിലോമീറ്റർ കേട്ടോ. വെറും 44 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. നമുക്ക് ഏകദേശം ഈ വണ്ടിക്ക് എന്ത് വില വരുന്നുണ്ട്? 3 സംതിങ് വരുന്നുണ്ട്. നമ്മൾ ഏകദേശം ഇത് ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് 1,90 ആ റേഞ്ച്. 2 ലക്ഷത്തിൽ താഴെയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം 44 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കണ ഇതുപോലെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. 1,95,90 ആ റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി 2 ലക്ഷം വരുന്നുണ്ട്. 2 ലക്ഷം വരുന്നുണ്ടല്ലേ? 2 ലക്ഷം ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ HF Deluxe ഇരിക്കണ്ടല്ലോ. അതൊക്കെ വരുമ്പോൾ ഒരു 65 രൂപ റേഞ്ച്. 65 രൂപ കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്ത അഡ്വഞ്ചർ സീരീസിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 393 ഇരിക്കണ്ടല്ലോ. 393 ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ മോഡലാണ് വരുന്നത്? 24 മോഡലാണ് 2 വണ്ടി. 224. എന്ത് വില വരും? രണ്ടിന് ഏകദേശം 3,40 വരും. 3,40,000 കിലോമീറ്റർ കുറവാണ്. 8,000 9,000 കിലോമീറ്റർ. ഓക്കെ. 10,000 താഴെ കിലോമീറ്റർ ഉള്ളത്. അതേതാ? 2023 മോഡല്. ഓക്കെ. 23-24 മോഡല്. 250 ആണത്. എന്ത് വില വരുമ്പോൾ ഒരു 2,35. 2,35,000 വരും. അടുത്ത കരിഷ്മ ഉദ്യോഗിക്കണ്ടല്ലോ. 210. 24 മോഡലാണ്. 2024 അല്ലേ? 2024 1,20,000 രൂപയാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ചെറിയ 23-20 കിലോമീറ്റർ ഓടി. 20 കിലോമീറ്റർ ഓടിയ വണ്ടിയാണല്ലേ?
ഓക്കെ 22,000 കിലോമീറ്റർ നോക്കിയിട്ടുള്ളൂ. ക്ലീൻ പീസ് വണ്ടിയാണ്. അടുത്ത V4യുടെ കളക്ഷൻ സിസ്റ്റം പോലെ ഉണ്ടല്ലോ. ഒരു വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ടുണ്ട്. V4 നമുക്ക് ഏതൊക്കെ മോഡൽസ് വരുന്നുണ്ട്? 2023, 24, 25 മോഡൽസ് ഇരിക്കും. 2023, 24, 25 മോഡൽസ് ആണ്. സ്റ്റാർട്ടിംഗ് എന്താ റേഞ്ച്? സ്റ്റാർട്ടിംഗ് ഏകദേശം ഒരു 1,40, 1,30 അതിന് മുകളിലോട്ട് വരും. 1,40,000, 1,30,000 ഒക്കെയാണ് വരുന്നത്. ഏകദേശം ഒരു 30-40 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ കാണുന്ന വണ്ടികൾ ഇറക്കാം. നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ഹൈ റേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇടിയോ ചതവോ ഒന്നും ഇല്ലാത്ത നല്ല വണ്ടികളാണ്. ടയർ കണ്ടീഷൻ പറയുക എല്ലാത്തും നല്ല ടയർ ഉണ്ട്. ടയർ കുറവുണ്ട്, നമ്മൾ പുതിയ ടയർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ കണ്ടീഷൻ ടയർ ആണുള്ളത്. രണ്ട് ആഴ്ച എഞ്ചിൻ വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്യൂക്കിന്റെ 250, 200 ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ? ഡ്യൂക്കിന്റെ 250 വരുമ്പോൾ ഒരു 1,30 തൊട്ട് സ്റ്റാർട്ടിംഗ് വരും. 1,30 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2023 മുകളിൽ 250 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,98. 200 ആണെങ്കിൽ എന്ത് വരും? 200 ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് ഒരു 1,30 ആ റേഞ്ചിന് 200. മറ്റൊരു RC ഇരിക്കണ്ടല്ലോ, 390 ആണോ? RC 390 ആണ് വരുന്നത്. അതൊക്കെ വരുമ്പോൾ ഒരു 195 ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ. 195 വരും. അതും ഫിനാൻസ് കിട്ടും. നമുക്ക് 2018, 16 ശേഷം കൂടുതൽ ചെയ്യാൻ പറ്റും. നോർമലി അല്ല, അധികം 18 മുകളിലാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഫിനാൻസ് നമുക്ക് ഇപ്പൊ ചെയ്യുന്ന ആരാ? നമുക്ക് IDFC ഉണ്ട്, പിന്നെ മാക്സ് വാല്യൂ, പിന്നെ ബൈക്ക് ബസാറും പിന്നെ വന്നിട്ടുണ്ട്. ബൈക്ക് ബസാർ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് പോയാലോ? അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമുക്ക് കാണിച്ചു കൊടുക്കാം. കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. BM ഏതായത്? BM GS 310. GS 310 ഇരിക്കുന്നുണ്ട്. 2024 24 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ കുറവ്, അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത വണ്ടിയാണ്. എത്ര രൂപ ആക്സസറി ഉണ്ടാവും? എത്ര ഏകദേശം പറയുകയാണെങ്കിൽ? ഒരു 10-35 രൂപ മുകളിലുള്ള. ഓക്കെ. അപ്പോൾ നമ്മൾ ആക്സസറീസിന്റെ വിലയൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെറുപ്പം ചോദിച്ചാണ്. വണ്ടിയുടെ വില വണ്ടി വരുമ്പോൾ 3,25 വരും. 3,25,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഏകദേശം 1 രൂപ ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യത ഉണ്ടല്ലേ? ഓക്കെ. അടുത്ത് ഹിമാലയൻ ഇരിക്കുന്നത്. ഹിമാലയന്റെ 450 ആണ്. അത് വരുമ്പോൾ 3,15 ആണ് വരുന്നത്. 3,15,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇതൊന്നും അല്ല, ഹിമാലയൻ ഇനിയും വരാനുണ്ട്. ഹിമാലയൻ ഒരു 4-5ഓളം വണ്ടികൾ വരാനുണ്ട്. പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വണ്ടികൾ വരാനുണ്ട്. നമ്മുടെ KLSN ഗാരേജ് എന്നുള്ള പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെ അടുത്തും. അടുത്ത ക്ലാസിക് ഇരിക്കുന്നത് DG രജിസ്ട്രേഷൻ ആണ്. 1,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തു. DG എന്ന് പറയാൻ കാരണം പുതിയതാണെന്നാണ്. 2025 2025 മോഡൽ വെറും 1000 കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ. 650. നമുക്ക് എന്ത് വില വരും? ഏകദേശം ഒരു 4 ചില്ലറ വരുന്നത്. 4 ചില്ലറ ചില്ലറ എത്ര ഇരിക്കുന്നു നോക്കാൻ പറ്റും? ഒരു 4,15. 4,15. ഓക്കെ. ചില്ലറ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. നോക്കാം. മാക്സിമം 4,15 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ. അടുത്തത് ട്രയംഫിന്റെ സ്പീഡ് 400. ഇത് വരുമ്പോൾ ഒരു 2,25 റേഞ്ച് വരും. 2,25. 2,25,000 ഏകദേശം ഒരു 1 രൂപ ഡൗൺ പേയ്മെന്റ്, ഒന്നിൽ താഴെ ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. അതെ. അടുത്തത് ഹോർനെറ്റ് അല്ലേ? ഹോർനെറ്റ് ഇത് 2023 മോഡലാണ്. അത് വരുമ്പോൾ ഒരു 1,15, 1,20 ആ റേഞ്ച് വരുന്നുള്ളൂ. 1,20, 1,15. പിന്നെ സ്കൂട്ടേഴ്സിന്റെ കേസ് പറയുന്നത് ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സ് നമ്മുടെ അടുത്ത ഫ്ലോറിലുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. സ്കൂട്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും കൂടി പോകണ്ട. കമ്പ്യൂട്ടർ സെഗ്മെന്റ് തൊട്ട് എല്ലാ വണ്ടികളും ഉണ്ട്. എല്ലാ സ്കൂട്ടേഴ്സിലും നമ്മുടെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു 10-50ഓളം വണ്ടികൾ മേളിലുണ്ട്. ഓക്കെ. അടുത്തത് ജിക്സർ SF ഉണ്ട്, നോർമലും ഉണ്ട്. നോർമലാണ് എന്ത് വരും? നോർമൽ ആകുമ്പോൾ ഒരു 85 ആ റേഞ്ച് വരും. 85,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. SF ആണെങ്കിൽ ഒരു 1 lakh ആ ഒരു റേഞ്ച്. അടുത്ത V2 2018 മോഡൽ. 18 മോഡൽ 80 രൂപ വരും. 80,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫിനാൻസ്. ഓക്കെ. അടുത്തത് N160 ഇരിക്കുന്നുണ്ട് അല്ലേ? രണ്ടെണ്ണം അല്ലേ? അതെ, 2 മോഡൽ ഇരിക്കുന്നുണ്ട്. മൂന്ന് ഇതല്ലേ? ഏതൊക്കെ മോഡൽസ് വരും നമ്മുടെ? 2023, 24 മോഡൽസ് ഇരിക്കുന്നുണ്ട്. എന്ത് വില വരും? ഏകദേശം സ്റ്റാർട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഒരു 85 മേളോട്ട് വരും. 85,000 ഒക്കെയാണ് വരുന്നത്. അടുത്ത് 2 FC ഇരിക്കുന്നുണ്ടല്ലോ. ഇത് V4 ആണ്, വെർഷൻ 4. ഇത് വരുമ്പോൾ ഒരു 1,15 ആ റേഞ്ച് വരും. 15,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 15-20 ഒക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്ത് നമുക്കൊരു കുറഞ്ഞ വിലയുടെ ഒരു R15 ഇരിക്കുന്നുണ്ട്. ഇത് വരുമ്പോൾ ഒരു 65-70 രൂപ. ഇത് V1 V2? ഇത് V1 ആണ്. 2015 മോഡലാണ്. 16 മോഡൽ വെറും 65 ആ റേഞ്ച്. 65,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി റെഡി ക്യാഷ് 65,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ R15 കുറഞ്ഞ വിലക്ക് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു നല്ല വണ്ടിയാണ്. അടുത്തത് NS 200 ഇരിക്കുന്നുണ്ടല്ലോ. NS 200 ഏകദേശം ഒരു 1, 2, 3, 4 ഇരിക്കുന്നുണ്ടല്ലോ. 5-6ഓളം വണ്ടികളാണ്. 5-6 ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ മോഡൽസ് വരുന്നുണ്ട്? 2018 തൊട്ട് 24 വരെയുള്ള മോഡലുണ്ട്. ഓക്കെ. ഏതൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു 85 ആ റേഞ്ച് വരും. 85 ആ റേഞ്ചൊക്കെ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പൾസറിന്റെ കേസ് പറയുകയാണെങ്കിൽ പൾസർ 120 3 വണ്ടി ഇരിക്കുന്നുണ്ട്. 2024 മോഡലാണ്. ഏകദേശം ഒരു 75 രൂപ വരുന്നുള്ളൂ. ഓക്കെ. 75,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. മൂന്നും സെയിം ആണ്. ഓക്കെ. ഇത് പുതിയതല്ലേ? പുതിയ NS അല്ലേ? ഇത് പുതിയ NS 200 ആണ്. നമുക്ക് വരുമ്പോൾ ഒരു 139,000 140 ഏകദേശം വരുന്നതാണ്. പുതിയ LED ഡിസ്പ്ലേ, ഡിജിറ്റൽ മീറ്ററും മീറ്റർ എല്ലാം ഉള്ളതാണ് കേട്ടോ. നല്ല വണ്ടിയാണ് കേട്ടോ. അപ്പോൾ 140 വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായ വണ്ടി അല്ലേ? ഏതായിരുന്നു മോഡല്?
ഇത് 2022 മോഡൽ. 22 മോഡൽ. എന്തായിരുന്നു വില വരുന്നത്? ഏകദേശം ഒരു 140 ഓക്കെ ആ ഒരു റേഞ്ചിൽ. ബിഫോർ എമ്മിൽ TFT കിട്ടുന്നുണ്ട്. TFT ഉണ്ടല്ലേ? TFT ഇരിക്കുന്നുണ്ട്. ഇതിനെന്ത് വരും വില? ഇതൊരു 160 ആ റേഞ്ച് വരും. 1,60,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും ബൈക്കുകളാണ് നമുക്ക് താഴത്തുള്ളത്. മേളിലേക്ക് പോകുമ്പോൾ സ്കൂട്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മേളിൽ പോലും സ്കൂട്ടേഴ്സ് പരിചയപ്പെടാം. ഓക്കെ. മേളിലേക്ക് വരുമ്പോൾ സ്കൂട്ടേഴ്സിന്റെ വമ്പൻ കളക്ഷൻസ് ഉണ്ടല്ലേ? എല്ലാ കാറ്റഗറി സ്കൂട്ടേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 25,000 രൂപ തൊട്ട് ഡൗൺ പേയ്മെന്റ് അല്ല, റെഡി ക്യാഷ് 25,000 രൂപ നമ്മൾ വണ്ടി കൊടുക്കും. ആ വണ്ടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് തുടങ്ങാം. അതെ, എൻഡോർക്കിന്റെ കളക്ഷൻസ് ഉണ്ട്. എൻഡോർക്കിന്റെ റേസ് എഡിഷൻ 2024 ഇത്രേ 23 മോഡലാണ്. 23 മോഡലാണ്. എന്ത് വില വരും? ഏകദേശം 75 ആ റേഞ്ച് വരും. 75,000 രൂപ വരും. നിസാര ഡൗൺ പേയ്മെന്റ് 10,000 രൂപ ഇറക്കാം. വീണ്ടും എൻഡോർക്ക് ഇത് ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. സെയിം റേറ്റ് വരും. അടുത്ത് ചെയ്തൊക്കെ ഉണ്ട്. ഇലക്ട്രിക് വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇലക്ട്രിക് വണ്ടി അല്ലേ? 2024 മോഡൽ വെറും 4000 കിലോമീറ്റർ ഓടി. 4000 കിലോമീറ്റർ ഈ വണ്ടിക്ക് നമ്മൾ എന്ത് വില ചോദിക്കുന്നത്? ഇതിന് ഏകദേശം ഒരു 85-90 ആ ഒരു റേഞ്ച്. 85-90 വരുന്നത്. അത്യാവശ്യം റേഞ്ച് ഒക്കെ ഉണ്ടാവില്ലേ വണ്ടിക്ക്? കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെ, എൻഡോർക്ക് വീണ്ടും ഇരിക്കുന്നല്ലോ. റൈസ് എഡിഷൻ ഇതും ഏകദേശം ഒരു 72-75 രൂപ റേഞ്ച്. 72 എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമ്മൾ എടുത്ത് പറയുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് ആണ്. അടുത്തത് അവിനസ് ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 70 രൂപ റേഞ്ച് വരുന്നുള്ളൂ. 70 രൂപ കൊടുക്കുക. 2022 സിംഗിൾ ഓണർഷിപ്പ് 24,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. നിസ്സാര ഡൗൺ പേയ്മെന്റ് ഇറക്കാം. സ്കൂട്ടേഴ്സ് എല്ലാം ഏകദേശം ഒരു 10,000 രൂപയിൽ താഴെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത് ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ട്. 17,003 കിലോമീറ്ററോടെ വണ്ടിക്ക് എന്ത് വില വരും? 24 മോഡലാണ്. ഏകദേശം 74 രൂപ അറേഞ്ച് വരും. 74,000 രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഹോണ്ടയുടെ കളക്ഷൻസ് അല്ലേ മൊത്തം? ഡിയോ എല്ലാം മിക്സ് ആണ്. ഡിയോ ഏതാ മോഡല്? ഇത് 24 മോഡലാണ്. എന്ത് വില വരും? ഏകദേശം 80-85 രൂപ റേഞ്ച്. 80-85 ഒക്കെ റേഞ്ച് വരുന്നുണ്ട്. അല്ല, റേറ്റ് വരുന്നുണ്ട്. അടുത്ത് ജൂപ്പിറ്റർ ഇതും സെയിം 2024 മോഡൽ ഏകദേശം 74 രൂപ വരുന്നത്. 74,000 രൂപയാണ് വരുന്നത്. അടുത്തത് ആക്റ്റീവ് 125 ആണോ? അതെ, 125 ആണ്. 24 മോഡലാണ്. 82 ആണ് റേറ്റ് വരുന്നത്. 82. അടുത്ത ഡിയോ കുറച്ച് പഴയ ഡിയോ ഉണ്ടല്ലോ, 2018-19. ഇത് 18 അല്ല, ഇത് 2022 മോഡൽ. 22. എനിക്ക് മാറിപ്പോയതാണ്. 2022 മോഡലാണ്. എന്ത് വില വരും? ഏകദേശം ഇത് ഒരു 65 രൂപ 70 രൂപ. 65,000 രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അടുത്ത എൻറ്റോർക്കിന്റെ ഒരു സ്പെഷ്യൽ വണ്ടിയാണ് കേട്ടോ. അതെ, ഗ്രേ കളർ. അധികം കാണാറില്ല. 2020 ഇത് 23 മോഡല്. ഓക്കെ. ഏകദേശം ഒരു 75 രൂപ 80 രൂപ. ഇപ്പത്തെ വിവാദമായി E20 സംഭവം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തേക്കാല്ലേ? E20 പെട്രോൾ സപ്പോർട്ട്. E20 പെട്രോൾ സപ്പോർട്ടുള്ള വണ്ടികളാണ് ഏകദേശം. ഇപ്പത്തെ വണ്ടിയെല്ലാം അങ്ങനെയാണ്. ഇത് കണ്ടോണ്ട് എടുത്ത് പറഞ്ഞാണ് ഇതാണ് E20 വണ്ടി. എന്ത് വില വരുന്നത്? ഏകദേശം 75 രൂപ 80 രൂപ. 75-80 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പറയുന്ന വിലയിൽ എല്ലാത്തിനും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അടുത്തത് വീണ്ടും ആക്റ്റീവ് 2024 മോഡലാണ്. ആക്റ്റീവ് 125. ഇതും ഏകദേശം 85 രൂപ വരും. 85,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്ത റൈസ് എഡിഷൻ ഇരിക്കുന്നുണ്ട്. KL7 രജിസ്ട്രേഷനിലുള്ളതാണ്. 2023 മോഡലാണ്. ഇത് ഏകദേശം 80 രൂപ 75 രൂപ. നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത് പറയാൻ കാരണം ചില കസ്റ്റമേഴ്സിന് 7 ഇന്നൊരു കസ്റ്റമർ വന്നിട്ട് പറയാണ്ടായിരുന്നു. ഞാൻ കേട്ട പോലെ ഉണ്ടായിരുന്നു. വണ്ടിയെല്ലാം ഇഷ്ടപ്പെട്ട് പക്ഷെ അവർക്ക് KL7 വേണമെന്ന് പറയണ്ടായിരുന്നു. നമ്മൾ ഒപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അവരവരുടെ രജിസ്ട്രേഷൻ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം വേണ്ടി പറഞ്ഞ സെറ്റ് ആക്കി കൊടുക്കാം. നമുക്ക് സെറ്റ് ആക്കി കൊടുക്കും. ഓക്കെ, നമ്മൾ എല്ലാ രജിസ്ട്രേഷൻ വണ്ടി എടുക്കും. കുഴപ്പമൊന്നുമില്ല. ഓൾ കേരള വണ്ടികൾ എടുക്കും. ഓൾ കേരള പർച്ചേസ് ഡെലിവറി ഇപ്പൊ ഉണ്ട്. നമുക്ക് ഡെലിവറി ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അടുത്തത് എയറോക്സ്. ഇത് 2022 മോഡലാണ്. ഏകദേശം ഒരു എന്ത് വരും? 120 റേഞ്ചിലേക്ക് കൊടുക്കാം. അടുത്ത് റേസ് ആർ ഇരിക്കുന്നുണ്ട്. 2023 മോഡലാണെന്ന് തോന്നുന്നത്. കറക്റ്റ് നമുക്ക് നോക്കിട്ട് പറയാം. എത്ര വണ്ടികളുള്ള എന്ത് വരും വില? ഏകദേശം ഒരു 80-75 രൂപ ഉള്ളിൽ. പ്ലഷർ ഏതാ മോഡൽ? ഇത് സിംഗിൾ ഓണർഷിപ്പ് വെറും 16,000 കിലോമീറ്റർ ഓടി. വെറും 16,000 കിലോമീറ്റർ ഓടി. ഏതാ മോഡൽ? ഇത് 2019 മോഡലാണ്. 2019 മോഡലാണെങ്കിലും 22-ന്റെ ഒക്കെ ഒരു തിളക്കമുള്ള വണ്ടി. എന്ത് വില കൊടുക്കാൻ പറ്റും? ഒരു ഫൈനൽ 45 രൂപ. 45,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം ഫിനാൻസ് കിട്ടും. ഒരു 10 രൂപ 5 രൂപ 6 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്. റേസ് എഡിഷൻ ഇത് 2025 മോഡൽ വെറും 6,000 കിലോമീറ്റർ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് അല്ലാണ്ട് ഇപ്പൊ ഇതൊക്കെ നമുക്ക് വെക്കേണ്ടതില്ല. ഓടിച്ചു പഠിക്കാനാണെങ്കിലും കുഴപ്പമില്ല. ചെറുതായിട്ട് വീണാലൊന്നും തട്ടുമുട്ടും സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടിയാണ്. എന്ത് വില? ഇതൊരു 90 അടുപ്പിച്ച് 90,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ വണ്ടിക്ക് പുതിയതിന് 125 120 റേഞ്ച് ഒക്കെ വരുന്ന വണ്ടികളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് HF അല്ലേ? HF ഡീലക്സ് പുതിയതാണോ? HF ഡീലക്സ് ആണ്. 2025 മോഡൽ 3000 കിലോമീറ്ററിനടുത്ത് ഓടി. 3000 കിലോമീറ്റർ. എന്ത് വില വരും? ഏകദേശം 75,000 കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത CD 110. ഇതൊക്കെ വരുമ്പോൾ ഒരു 45 രൂപ. മൈലേജ് ഉണ്ടെങ്കിലാണെങ്കിൽ 45 രൂപ കൊടുക്കാൻ പറ്റും. പ്ലാറ്റിനൊക്കെ എന്ത് വരും? പ്ലാറ്റിനൊക്കെ വരുമ്പോൾ ഒരു 62 കൊടുക്കാൻ പറ്റും. ഇത് എയറോക്സ് ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ ഇവിടെ. എയറോക്സ് ഇത് 2023 മോഡലാണ്. ഏകദേശം ഒരു 125 റേഞ്ച് വരുന്നത്. 1,25,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്തത് പാഷൻ
പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്, അതും ഏകദേശം ഒരു 80 രൂപ 80 രൂപ വരെ കൊടുക്കാൻ പറ്റും. SP125 ഒക്കെ ആണെങ്കിൽ എന്തുപോലെ? 125 ഒരു 75 രൂപ റേഞ്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ വെറും 25,000 രൂപ കൊടുക്കാൻ പോകുന്നത്. റെഡി ക്യാഷ് 25,000 രൂപ. ഫിനാൻസ് ഒന്നും കിട്ടില്ല. അതെ, ഫിനാൻസ് കിട്ടോ? ഫിനാൻസ് 2016 ആണ്. ഫിനാൻസ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ റെഡി ക്യാഷ് എടുത്തോ. വെറും 25,000 രൂപയ്ക്ക് വണ്ടി കിട്ടുന്നതാണ്. 2016. അതെ, 16 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ചെക്ക് ചെയ്ത് നോക്കണം. സെക്കൻഡ് വന്നിട്ടുള്ളൂ. അതെ, വണ്ടി 25,000 ഒക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പേജിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് സ്പെൻഡർ പ്ലസ് ഇരിക്കണ്ടല്ലോ. ഇത് 2025 മോഡലാണ്. ഏകദേശം ഒരു 79 രൂപ തൊട്ട് വരും. 79,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 13,991 കിലോമീറ്ററോടെയാ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ പുതിയതാണ്. കമ്പനി സീറ്റ് കവറാണ്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അടുത്ത റൈഡർ വരുമ്പോൾ 2024 മോഡലാണ്. 24 മോഡൽ റൈഡർ. അത്യാവശ്യം നല്ല വണ്ടി. അതെ. എന്ത് വില വരും? ഏകദേശം ഒരു 80 രൂപയുടെ അടുത്ത് വരും. 80,000 രൂപ. ഓക്കെ. അടുത്തത് ഇത് ഡിയോ 2022 മോഡലാണ്. 2022 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ, സിംഗിൾ ഓണർഷിപ്പ്. 18,000 കിലോമീറ്ററോടെ വണ്ടി. ഈ വണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാണോ? കളർ സ്പെഷ്യലാണ്. സ്പൈഡർമാനെ പോലെ ഇരിക്കണ്ടല്ലോ. അതെ, സ്പൈഡർമാൻ എഡിഷൻ എന്ന് പറയാൻ പറ്റുമോ? സ്പൈഡർമാൻ എഡിഷൻ എന്ന് പറയാൻ പറ്റില്ല. ചുവന്ന എഡിഷൻ സ്പോർട്സ് വണ്ടി. സ്പൈഡർമാന്റെ ഇത് സിനിമ ഇറങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് എടുത്താൽ നോക്കിയത്. ഞാൻ പുതിയ എഡിഷൻ പോലെ ഇറങ്ങുമെന്ന് അറിയില്ലല്ലോ. അടുത്തത് വീണ്ടും ഒരു അടുത്ത വണ്ടി നോട്ടല്ലോ. ഇത് എയറോക്സ് 2025 മോഡൽ. ഏകദേശം ഒരു 150. എയറോക്സ് നമ്മുടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടല്ലേ? ഏകദേശം 1 2 3 4 5 വണ്ടികളായി. 4-5 വണ്ടികളുണ്ട്. അപ്പോൾ അടുത്ത എയറോക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഡിയോ 125 അല്ലേ? സോറി, ഗ്രാസിയ 125. ഇത് 2022 മോഡൽ. ഏകദേശം ഒരു 60 രൂപ വരും. 60,000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഡിയോ 2023 മോഡൽ. ഏകദേശം ഒരു 75 രൂപ റേഞ്ച് വരുന്നു. 75,000 കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഇത് 2022 മോഡൽ. 22 മോഡൽ ഡിയോ 17,993 കിലോമീറ്റർ. എന്ത് വില വരും? ഏകദേശം ഒരു 70 രൂപ റേഞ്ചിൽ വരും. 70,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതെല്ലാം ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അടുത്ത എൻറ്റോർക്ക് 125. ഇതെന്ത് വില? 2023 മോഡലാണ്. ഏകദേശം ഒരു 75 രൂപ റേഞ്ച് വരും. 75. അടുത്ത ഫാസിനോ. ഇത് 2023 മോഡലാണെന്ന് തോന്നുന്നത്. ഏകദേശം 75 രൂപ റേഞ്ച് വരുന്നുള്ളൂ. 75. അടുത്ത ഡിയോ സ്മാർട്ട് കീ ഉള്ള വണ്ടിയല്ലേ? സ്മാർട്ട് കീ ആണ് ഇത് വരുന്നത്. 2024 മോഡലാണ്. താക്കോലില്ലാത്ത വണ്ടി. അതെ, 2024 മോഡൽ. എന്ത് വില വരും? ഏകദേശം ഒരു 80 രൂപ. 80,000. അടുത്ത ജൂപ്പിറ്റർ. ഇത് 2022-21 മോഡലാണെന്ന് തോന്നുന്നത്. ഓക്കെ. എന്ത് വില? 62 രൂപ റേഞ്ച് വരുന്നു. 62,000. 31,000 കിലോമീറ്റർ ആണ്. അടുത്തത് ആക്റ്റീവ 160 ഇരിക്കുന്നുണ്ട്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 65 രൂപ റേഞ്ച് വരും. 23,000 കിലോമീറ്റർ ഓടി. നല്ല വണ്ടിയാണല്ലേ? അടുത്ത ഡിയോ 2 ഇരിക്കുന്നുണ്ട്. ഇത് 2024 മോഡൽ സ്മാർട്ട് കീ ആണ് വരുന്നത്. ഏകദേശം ഒരു 80-85 രൂപ വരും. 85 ആണ്. അതാണെങ്കിൽ അതാകുമ്പോൾ ഏകദേശം ഒരു 70,000 വരുന്നതാണ്. അടുത്ത് റേസ് ZR ഇരിക്കുന്നുണ്ട്. സ്കൂട്ടേഴ്സ് എല്ലാ കാറ്റഗറി ഉണ്ടല്ലോ? എല്ലാ കാറ്റഗറി ഉണ്ട്. റേസ് ZR ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു 75 രൂപയാണ്. അടുത്ത ഡിയോ ഇരിക്കുന്നുണ്ട്. ഒരു 80 രൂപ റേഞ്ചിൽ. 80 രൂപ പറയുന്നത്. അപ്പോ പിന്നെ ഡിയോ ഇരിക്കുന്നുണ്ട്. ഏകദേശം ആ റേഞ്ചിൽ വരുന്നത് ഡിയോ. ഏകദേശം ആ റേഞ്ച്. ഓക്കെ. അടുത്തത് മാസ്റ്റർ എഡിഷൻ. മാസ്റ്റർ ഇത് 2022 മോഡലാണ്. 22 മോഡലാണ്. ഏകദേശം ഒരു 45 രൂപ 45,000 രൂപയൊക്കെ നമുക്ക് സ്കൂട്ടർ കിട്ടുന്നതാണ്. അടുത്ത എൻറ്റോർക്ക് റേസ് എഡിഷൻ ഇഷ്ടം പോലെ ഉണ്ട്. 2000 മോഡൽ. ഇത് 2022 മോഡലാണ്. ഏകദേശം ഒരു എത്ര 80-75 75 റേഞ്ചിലൊക്കെ ഞാനിപ്പോൾ പഠിച്ചു. റേറ്റ് ഒക്കെ ഞാൻ പഠിച്ചപ്പോൾ. അടുത്തത് ജൂപ്പിറ്റർ വീണ്ടും ഇരിക്കുന്നുണ്ട്. ജൂപ്പിറ്ററും 2000 നമ്മൾ മാറ്റി കൊടുക്കൂലേ? ഒക്കെ മാറ്റി കൊടുക്കല്ലേ? എംബ്ലം പോയിട്ടുണ്ട്, സാധനം പോയിട്ടുണ്ടല്ലേ? മാറ്റി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്ത് വില വരും? ഏകദേശം 70 രൂപ. ഓക്കെ. അടുത്ത അബിനസ് ഇരിക്കുന്നുണ്ട്. അബിനസ് 2024 മോഡലാണ്. ഏകദേശം ഒരു 80-85 രൂപ. ഓക്കെ. അതെ, ഈ പോയ സാധനം ഉണ്ടോ? ഇതാണ് മാറ്റി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ഇതും ആ സെയിം ആണ് റേഞ്ച്? അതെ, നേരത്തെ പറഞ്ഞ സെയിം മോഡലാണ്. അടുത്തത് ജൂപ്പിറ്റർ ഇരിക്കുന്നത് 2024 മോഡൽ. ഏകദേശം 74 രൂപ. 24 ആണ്. അടുത്ത പൾസർ 150. പൾസർ 150 വരുമ്പോൾ ഏകദേശം ഒരു 85 രൂപയുടെ മേളിൽ. 85 രൂപ കൊടുക്കുന്നതാണ്. അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ പൾസർ ഏതാ? P150 ആണ് ഏറ്റവും റെഡ്. P150. എന്ത് വില വരും? അത് വരുമ്പോൾ ഏകദേശം ഒരു 85 രൂപയുടെ 85 രൂപ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് കണ്ടത് ഏകദേശം 25,000 രൂപ മുതൽ എത്ര ലക്ഷം വരെയുള്ള വണ്ടികളുണ്ട്? 4.25 വരെ. ഓക്കെ. അപ്പോൾ 25,000 രൂപ മുതൽ 4,25,000 രൂപ വരെയുള്ള വണ്ടികളുള്ള ഷോറൂമാണ്. ഏകദേശം 100-150-200ഓളം വണ്ടികൾ. 100 പുറത്ത് വണ്ടികളുണ്ട് നമ്മളെ 2 ഷോറൂമുകൾ. ഇവിടെ മാത്രം ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഏകദേശം ഒരു 150ഓളം വണ്ടികൾ നമുക്ക് മേളിൽ പോകും. ഒരു 10-170 വണ്ടികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്.
പിന്നെ അപ്പുറത്തെ ഷോറൂമിൽ നമുക്ക് റിനോവേഷൻ ചെയ്തിട്ടുണ്ട്, വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് നമുക്ക് കയറ്റിക്കൊണ്ടിരിക്കണുള്ളൂ. സ്റ്റോക്ക് കയറ്റി ഇപ്പോൾ റീഓപ്പൺ ആയിട്ടുണ്ട് അവിടെ. പക്ഷേ റീഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്റ്റോക്ക് വരുന്നു വിൽക്കുന്നു ആ ഒരു ലെവലുള്ളതുകൊണ്ട് ഫില്ലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇവിടെയും കൊണ്ട് ഏകദേശം ഒരു 200ഓളം വണ്ടികൾ നമ്മുടെ ആ ഒരു 200-250ഓളം വണ്ടികൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ആ ഒരു റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ നോക്കി നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാം കയറ്റാൻ പറ്റിയില്ല. കുറച്ച് വണ്ടികൾ ചെറിയ ചെറിയ വർക്ക് പോളിഷും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളുടെ A to Z ഡീറ്റെയിലും കാര്യങ്ങളും അറിയാൻ വേണ്ടി കേൽസൺ ഗാരേജ് എന്നുള്ള ഈ പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റാൻ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം 10 വർഷമായിട്ടുള്ള ഷോറൂമാണ്. ഏകദേശം 10,000 ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഷോറൂമിൽ മാത്രമാണ് വീഡിയോ ചെയ്യാറുള്ളത്. അല്ലാതെ ചാറവറ പോയിട്ട് എല്ലായിടത്തും പോയിട്ട് വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ അസ്ലം അല്ലേ? അസ്ലം, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ മറക്കണ്ട. ഞാൻ വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളും കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ തോപ്പിൽ പൈപ്പ് ലൈൻ റോഡിലാണ്. 2 ഷോറൂം ഉണ്ട്. അപ്പോൾ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം. നിങ്ങൾക്ക് രാവിലെ ഒരു 10 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതിന് ബൈ കൊടുത്താലോ. അതുവരെയും ബൈ.